കോഴിക്കോട് തിരുവങ്ങൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന് മർദ്ദനം. കാപ്പാട് മേഖലാ പ്രസിഡന്റ് ശിവപ്രസാദിനെയാണ് ദേശീയപാത നിർമ്മാണ കമ്പനി ജീവനക്കാരൻ അടിച്ചു പരിക്കേൽപ്പിച്ചത്. നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ നടന്ന പ്രതിഷേധത്തിനിടെയാണ് മർദ്ദനം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അഴിയൂർ വെങ്ങളം ബ്രിഡ്ജിന്റെ നിർമ്മാണം കരാറെടുത്ത വകാട് കമ്പനി തിരുവങ്ങൂർ പ്രദേശത്തെ ജനങ്ങളുടെ ഭീഷണിയായി അണ്ടർപാസിന് മുകളിലായി കെട്ടിയുയർത്തിയ ഭാഗം പൊളിച്ചുമാറ്റി സുരക്ഷിതമായി പണിയണം എന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രക്ഷോഭത്തിലാണ്. ഡിവൈഎഫ്ഐ ചേമഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം നടന്നുവരുന്നത്. ജില്ലാ കലക്ടർ നേരിട്ട് വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തണം എന്ന ആവശ്യം പരിഗണിക്കാതെ വീണ്ടും ജോലി ആരംഭിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. ഈ സമയം സ്ഥലത്തെത്തിച്ചേർന്ന വകാടിന്റെ സൈറ്റ് എഞ്ചിനീയർ പ്രകോപനം സൃഷ്ടിക്കുകയും ടിപ്പർ വാഹനത്തിന്റെ കമ്പിയിൽ ഉറപ്പിച്ച കണ്ണാടി കൊണ്ട് ശിവപ്രസാദിനെ തലയ്ക്ക് അടിക്കുകയുമായിരുന്നു. കൈകൊണ്ട് തടയാൻ ശ്രമിച്ച ശിവപ്രസാദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രൂപത്തിൽ ഉത്തരേന്ത്യൻ മോഡൽ കേരളത്തിൽ നടപ്പിലാക്കി ഈ ജനകീയ സമരങ്ങൾ അടിച്ചമർത്താനാണ് വകാട് കമ്പനിയും ബന്ധപ്പെട്ട ആളുകളും ശ്രമിക്കുന്നതെങ്കിൽ കേരളത്തിൻ്റെ സമരശക്തി എന്താണെന്നും ഡിവൈഎഫ്ഐയുടെ സമരശക്തി എന്താണെന്നും അവർ മനസ്സിലാക്കും. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഈ ജനകീയ ആവശ്യത്തിൽ നിന്ന് ഒരടി പുറകോട്ട് പോകാൻ ഡിവൈഎഫ്ഐ തയ്യാറല്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കാത്ത ഒരു പ്രവർത്തനവും അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐ. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ഡിവൈഎഫ്ഐ അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.